वन टाइम मित्रों, अच्छे वीडियो आने वाले हैं। प्रेस द बेल आइकन। മലയാളി സിനിമാ പ്രേമികളുടെയും മോഹൻലാൽ ആരാധകരുടെയും കാത്തിരിപ്പിന് വിരാമമിട്ട് ബ്രഹ്മാണ്ഡ ചിത്രം ഒടിയൻ പ്രദർശനത്തിലെത്തി. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് പരസ്യചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഒടിയൻ. റെക്കോർഡ് സ്ക്രീനുകളിൽ റെക്കോർഡ് പ്രദർശനവുമായിട്ടാണ് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയായ മോഹൻലാലിന്റെ ഒടിയൻ പ്രദർശനത്തിലെത്തിയിരിക്കുന്നത്. ചിത്രത്തിൽ ഒടിയൻ മാണിക്കൻ എന്ന കഥാപാത്രമായി മോഹൻലാലും പ്രഭ എന്ന നായിക കഥാപാത്രമായി മഞ്ജു വാര്യരും എത്തുന്നു. കാലമേറെ കഴിഞ്ഞാലും ഐതിഹ്യങ്ങൾ മറഞ്ഞു പോകില്ല എന്നതിലുപരി പാലക്കാടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഐതിഹ്യമാണ് ഒടിയൻ ചിത്രം പറയുന്നത്. ഗർഭിണിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭ്രൂണത്തെ പുറത്തെടുത്ത് അതെടുത്ത് ചെവിയിൽ വെച്ച് മൃഗമായി മാറി ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തി വീണ്ടും മനുഷ്യനായി മാറുന്നതാണ് നിലനിൽക്കുന്ന ഒടിയൻ ഐതിഹ്യം. ഇതിനെ പൂർണ്ണമായി മാറ്റി സൂപ്പർ ഹീറോ പരിവേഷമാണ് ഒടിയന് സിനിമയിൽ നൽകുന്നത്. കൊല്ലങ്കോട്, ആലത്തൂർ തുടങ്ങിയ മേഖലകളിൽ മുത്തശ്ശി കഥകളിലെ സ്ഥിരം കഥാപാത്രമാണ് ഒടിയൻ. കേവലം കെട്ടുകഥയെ മാത്രം ആശ്രയിച്ചല്ല സിനിമ എടുത്തിരിക്കുന്നത് എന്നത് മാത്രമല്ല, അതിൽ നിന്നും യുക്തിപരമായ ആശയങ്ങൾ കൂടി കണ്ടെടുത്താണ് ഒടിയൻ എടുത്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മനുഷ്യരിൽ നിന്നും മൃഗത്തിന്റെ രൂപം ധരിക്കാൻ സാധിക്കുന്നവരാണ് ഒടിയന്മാർ എന്നാണ് പഴങ്കഥകൾ. ഇതുവരെ നിലനിന്നിരുന്ന ഒടിയൻ ഐതിഹ്യങ്ങളെ സിനിമ അതേപോലെ സ്വീകരിക്കുന്നില്ല. പകരം മിത്തുകളിൽ നിന്നും കഥകളിൽ നിന്നുമെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് ഒടിയൻ എന്നുള്ള ഒരു അന്വേഷണമാണ് ചിത്രം പറയുന്നത്. അസാധാരണമായ കഴിവുകളുള്ള ആളാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒടിയൻ മാണിക്കൻ. 30 മുതൽ 65 വയസ്സ് വരെയുള്ള കഥാപാത്രങ്ങളെയാണ് മോഹൻലാൽ മാണിക്കൻ എന്ന വേഷത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒടിയൻ മാണിക്കിന് രാത്രിയിലും കാഴ്ചശക്തിയും ഒപ്പം ചില മൃഗങ്ങളുടെ രൂപവും ശബ്ദവും അയാൾക്ക് അനുകരിക്കാനാവും. ഇരുട്ടും കരിമ്പടവും മറയാക്കിയാണ് അയാൾ ഒടിവിദ്യ നടത്തുന്നത്. രാത്രിയിൽ ഈ കഴിവുകളെല്ലാം ഉപയോഗിച്ച് മാണിക്കൻ ഒടിവിദ്യ നടത്തുമ്പോൾ മൃഗമാണോ മനുഷ്യനാണോ എന്ന ആശയക്കുഴപ്പം ശത്രുക്കൾക്കുണ്ടാകുന്നു. ഇതവരിൽ ഭയം സൃഷ്ടിക്കുന്നു. ഈ ഭയത്തെ ചൂഷണം ചെയ്താണ് ഒടിയൻ മാണിക്കൻ ജീവിക്കുന്നത്. മനുഷ്യനിൽ നിന്നും മൃഗത്തിന്റെ രൂപം ധരിക്കാൻ സാധിക്കുന്നവരാണ് ഒടിയന്മാർ എന്നാണ് പഴങ്കഥകൾ. ഈ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതുൾപ്പെടെ സിനിമയിൽ 60% ഗ്രാഫിക്സ് ഉണ്ട്. വ്യത്യസ്തമായ വേഷപ്പകർച്ചയിലൂടെയും മികച്ച അഭിനയത്തിലൂടെയും കിടിലൻ ആക്ഷൻ രംഗങ്ങളിലൂടെയും മോഹൻലാൽ ആരാധകരുടെ കയ്യടി ശരിക്കും നേടുന്നുണ്ട്. പീറ്റർ ഹെയ്ഡിന്റെ സംഘടന രംഗങ്ങൾ ചിത്രത്തിന് മാറ്റിക്കൂട്ടുന്നുണ്ട്. ജയചന്ദ്രന്റെ ഗാനങ്ങളും ഷാജി കുമാറിന്റെ ഛായാഗ്രഹണവും മികവുറ്റതാണ്. ഏതായാലും ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. ഒടിയൻ ചിത്രം നിങ്ങൾ കണ്ടുവെങ്കിൽ ചിത്രം എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.